ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനി ഷിബു വ്ളോഗ്സ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വെനസ്ഡേ മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മെഷർമെൻറ്റ് വെച്ചുള്ള കട്ടിങ്ങുകളായിരിക്കും കാണിക്കുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സിജി തോമസിൻ്റെ മെഷർമെൻറ്റാണ്. അതിലാകെ 4 മെഷർമെൻറ്റാണ് അവർ തന്നിരിക്കുന്നത്. ബ്രസ്റ്റ് മെഷർമെൻറ്റ്, ഹിപ്പ് മെഷർമെൻറ്റ്, ഷോൾഡർ, ആം ഹോൾ. ഈ 4 മെഷർമെൻറ്റാണ് അവർ തന്നിരിക്കുന്നത്. ആ 4 മെഷർമെൻറ്റ് വെച്ച് അവർക്ക് നീറ്റായിട്ട് നമ്മൾ എങ്ങനെ ബ്ലൗസ് തയ്ക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഒരു ലൈക്ക് ചെയ്തേക്ക്, ഷെയറും കമൻറ്റും എല്ലാം മസ്റ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റുകളിൽ വന്ന മെഷർമെൻറ്റ് വെച്ചാണ് ഞാനിപ്പം ബ്ലൗസുകൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ അവരുടെ ബ്രസ്റ്റ് മെഷർമെൻറ്റ്, ഹിപ്പ് മെഷർമെൻറ്റ്, ഷോൾഡർ, ആം ഹോൾ 4 മെഷർമെൻറ്റുകളാണ് തന്നേക്കുന്നത്. അത് വെച്ച് നമുക്കിപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊരു ബ്ലൗസ് തയ്ക്കാമെന്ന് നോക്കാം. ഒരു ബ്രസ്റ്റ് സർക്കംഫറൻസ് 42 ഇഞ്ച് ഉണ്ടെങ്കിൽ ചെസ്റ്റ് ഏകദേശം എത്ര വരും എന്ന് നമുക്കറിയാം. അത് വെച്ചൊരു കാൽക്കുലേഷൻ വെച്ച് നമുക്കിപ്പം ബ്ലൗസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ബോർഡിലാണ് കട്ടിങ് കാണിക്കുന്നത്, കാരണം ഇതിൻ്റെ പുറകെ പല കട്ടിങ്ങുകളും വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും തുണിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈസിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബ്ലൗസ്. അത് കാരണം ബോർഡിൽ കാണിക്കാം. ഇച്ചിരി കുഴപ്പം പിടിച്ച ബ്ലൗസുകളൊക്കെ ചിലത് വരും. അതൊക്കെ ഞാൻ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാമേ. ഇപ്പോൾ ആദ്യത്തെ ബ്ലൗസ് നമ്മളിപ്പോൾ ബോർഡിൽ കാൽക്കുലേഷനോടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ്ങിലോട്ട് പോകാം. ഇപ്പം നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് തന്നിരിക്കുന്നത് 4 മെഷർമെൻറ്റാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് എഴുതി വെക്കാം. അളവ് 42 കസ്റ്റമർ തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് ഹിപ്പ് അളവ് 38 അവർ നമുക്ക് തന്നിരിക്കുന്നത്. 38 ഇഞ്ചാണ് തന്നിരിക്കുന്നത്. അളവ് 16 ഇഞ്ചാണ് തന്നിരിക്കുന്നത്. ഷോൾഡർ 16 ഇഞ്ചാണ് ഷോൾഡർ അളവ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന അളവാണ് ആം ഹോൾ 21 തന്നിരിക്കുന്നത്. ഇത് തെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത്രയും വരത്തില്ല. ഈ ചെസ്റ്റ് ബ്രസ്റ്റ് അളവ്, ഈ ഹിപ്പ് അളവൊക്കെ ഉള്ള ഒരാൾക്ക് 21 ഇഞ്ച് ആം ഹോൾ തീർച്ചയായിട്ടും വരത്തില്ല. ഇത് തെറ്റായിരിക്കാനാണ് ചാൻസ്. അപ്പം നമുക്കിപ്പം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ബ്രസ്റ്റ് മെഷർമെൻറ്റ് 42 ഇഞ്ചുള്ള ഒരാൾക്ക് അവരുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് ഏകദേശം 40 കാണും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടോട്ട് എഴുതി വെക്കാമേ. ചെസ്റ്റ് 39 to 40 കാണും. മിക്കവാറും 40 ആയിരിക്കും ചാൻസ്. അപ്പം അത് നമ്മൾ ഏകദേശം മിക്കവാറും അങ്ങനെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ 39 ഈ അളവ് കറക്റ്റ് ആണെങ്കിൽ ഇത് ഇത്രയുമായിരിക്കും വരുന്നത്. അപ്പം ഇത് വെച്ചാണെങ്കിൽ നമ്മൾ ഇത്ര അളവ് വെച്ചാണ് നമ്മൾ ഇനിയും കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവരുടെ തുണി എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. തുണി എടുത്തു, ഫോൾഡ് ചെയ്തു. ഹൈറ്റ് അവർ തന്നിട്ടില്ല. ഏകദേശം നമുക്ക് 14.5 ഇഞ്ച് വെക്കാം. ഇവിടുന്ന് ഇവിടെ വരെ 14.5 ഇഞ്ച്. 14.5 ഇഞ്ച് ഹൈറ്റാണ്. ഏകദേശം കറക്റ്റ് ആയിരിക്കും 14.5 ഇഞ്ച് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടുന്നത് ഷോൾഡർ അളവാണ്. ഷോൾഡർ അളവ് കണ്ടുപിടിക്കാൻ ഇവരിപ്പോൾ 16 ഇഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ബ്ലൗസിന് അളവ് നമ്മൾ അങ്ങനെ അല്ലല്ലോ എടുക്കുന്നത്. അതിനെക്കാട്ടി ഷോൾഡർ അളവ് -2.5 ഇഞ്ച് എടുക്കാം. പക്ഷെങ്കിൽ ചെസ്റ്റ് അളവ് വെച്ച് നമുക്ക് ഇപ്പം ഷോൾഡറും ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കണമല്ലോ. ചെസ്റ്റ് അളവ് വെച്ചിട്ട് നമുക്ക് ഇപ്പം അവരുടെ ഷോൾഡർ കണ്ടുപിടിക്കാം. ഇപ്പം ചെസ്റ്റ് അളവ് ഞാൻ 40 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 40 ഡിവൈഡഡ് ബൈ 6 6 36 4 6.6 ആണ് ഇവരുടെ ഷോൾഡർ അളവ്. 40 ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 6 6.6. ഇതാണ് അവരുടെ ഷോൾഡറിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അളവ് ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിച്ചു. ഇത് 6.6 ആണ്. 6.6 ഷോൾഡറിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ഇവരുടെ നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12
ചെസ്റ്റ് 40 ഡിവൈഡഡ് ബൈ 12. ഇതാണ് ഇത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നെക്ക് വിഡ്ത്ത്. അപ്പോൾ 3.3 വരും ഇവരുടെ നെക്കിൻ്റെ വിഡ്ത്ത്. 3.3 വരുമെങ്കിൽ നമ്മൾ 3 വെക്കാവൂ. കാരണം 4 ഇഞ്ച് ആ ഒരു പോയിന്റ് വിട്ടിട്ട് നമ്മൾ 3.4 എടുക്കാം. 3.4 എടുക്കുമ്പം തയ്ച്ച് ഫിനിഷിംഗ് ആണ് 3.4 നമുക്ക് വേണ്ടുന്നത്. നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കുറച്ചിട്ട് അത് 3 എടുക്കണം. ഇത് നെക്കിൻ്റെ വിട്ട് 3 ഇഞ്ചാണ് എടുത്തിരുന്നത്. ഇപ്പം തയ്ച്ച് വരും നമ്മളിവിടെ അല്ലേ തയ്ക്കും, ഇവിടെ വെട്ടിക്ക് നമ്മളിവിടെ അല്ലേ തയ്ക്കുന്നത്, 4 ഇഞ്ച് വിട്ടല്ലേ തയ്ക്കുന്നത്. അപ്പം നമുക്കത് 3.4 ഇഞ്ച് നെക്ക് വരും. 3 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് നമ്മളെടുത്തു. നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഇതിൽ 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇറക്കം എടുക്കാനായിട്ട് ഇവിടുന്ന് ഇവിടെ 3 എടുത്തെങ്കിൽ ഇവിടെ 3.4 എടുക്കണം. ഇതാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ഇപ്പം ഇത് 8 എടുത്തേക്കുന്നത്. 9 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും ഇവിടുന്ന് 4 ഇഞ്ച് അകത്തോട്ട് കൊണ്ടുവരണം. 10 ഇഞ്ചാണ് എടുക്കുന്നെങ്കിൽ വീണ്ടും 4 ഇഞ്ച് അകത്തോട്ട് കൊണ്ടുവരണം. ഓരോ ഇഞ്ച് നമ്മൾ ഇറക്കുമ്പം ഇവിടുന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുവരണം. 4 ഇഞ്ച് ഇങ്ങനെ താഴോട്ട് ഇറക്കും. 10 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിതിൽ 2.5 ഇഞ്ചേ വെക്കാവും. 9 ഇഞ്ചാണ് വെക്കുന്നെങ്കിൽ 2.25 ഇഞ്ചേ വെക്കാവൂ. ഈ കാൽക്കുലേഷൻ വന്ന് ഇവിടെ 8 ഇഞ്ച് ഇറക്കം വരെയുള്ളതിന് മാത്രമാണ് ഈ കാൽക്കുലേഷൻ. ചെറുപ്പക്കാരൊക്കെ ഇച്ചിരി ഇറക്കമായി ബ്ലൗസിനൊക്കെ ഇച്ചിരി ഇറക്കം 9, 10 വെക്കാറുണ്ടല്ലോ. അങ്ങനെ 9, 10 വെക്കുകയാണെങ്കിൽ ഈ നെക്കിൻ്റെ വിട്ട് അകത്തോട്ട് കൊണ്ടുവരണം. 4 ഇഞ്ച് ഓരോ ഇഞ്ചിനും 4 ഇഞ്ച് അകത്തോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? അടുത്തത് നമുക്ക് അപ്പം നമുക്ക് നെക്കിൻ്റെ പ്രശ്നം പഠിച്ചു കഴിഞ്ഞല്ലോ. നെക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നെക്ക് അളവെടുക്കുന്നത് എങ്ങനെ, നെക്കിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ കൈക്കുഴി എടുക്കണം. കൈക്കുഴി ആംഹോളിൻ്റെ ഹൈറ്റ്. ആംഹോളിൻ്റെ ഹൈറ്റും നമ്മളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ്. അതായത് ഇവിടെ നമ്മൾ ഷോൾഡർ അളവ് എത്ര എടുത്തോ അത് തന്നെയാണ് ആ കൈക്കുഴിയുടെ ഇറക്കവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 6.6 ആയത് 6.6 ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ച് ഇതാണ് ഇപ്പോൾ കൈക്കുഴിയുടെ ഇറക്കം. അടുത്തത് നമുക്ക് ഇവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ബ്രസ്റ്റ് മെഷർമെൻറ്റ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഇവർക്ക് 42 പ്ലസ് 2 44. 42 പ്ലസ് 2 44. 44 ഡിവൈഡഡ് ബൈ 4 11 ഇഞ്ചാണ് ഇവരുടെ ചെസ്റ്റിൻ്റെ സർക്കംഫറൻസ്. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് സർക്കംഫറൻസ് 11 ഇഞ്ച് വരയ്ക്കാം. ഇത് 11 ഇഞ്ചാണ്. ഇതാണ് ഇവരുടെ സർക്കംഫറൻസ്. അടുത്തത് നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. കൈക്കുഴി ഇവർക്ക് ഒരു 18 ഇഞ്ചേ വരത്തുള്ളൂ. ഇത്രയൊന്നും വരില്ല. ഇവിടുന്ന് 2 ഇഞ്ച് സ്ട്രെയിറ്റ് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് സ്ട്രെയിറ്റ്. എന്നിട്ട് ഇതിനെ മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റായിരിക്കും ഇവരുടെ കൈക്കുഴി. ഇല്ല ഇച്ചിരി കൂടെ ഇറക്കം വേണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഇവിടെ താത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു 1/2 ഇഞ്ച് കൂടെ താത്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇച്ചിരി കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം. ഇവരുടെ കൈക്കുഴിയുടെ ഇറക്കം തീർച്ചയായിട്ടും 17-18 ഇഞ്ചേ വരത്തുള്ളൂ. അവർ 21 എഴുതിയേക്കുന്നത് തന്നെത്താൻ അളവെടുക്കുമ്പം ഏതോ മാറിപ്പോകുന്നതാണ്. തീർച്ചയായിട്ടും 17-18 ഇതിന് മേളിൽ കൈക്കുഴി വരത്തില്ല ഈ മെഷർമെൻറ്റിന്. 21 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ ബ്ലൗസിന് വരുന്ന മെഷർമെൻറ്റാണ് 21 ഇഞ്ച് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അത് വരത്തില്ല. നിങ്ങൾ ഈ അളവിൽ കട്ട് ചെയ്ത് നോക്കുക. ഒരു മാക്സിമം 18 ഇഞ്ച് എടുക്കുക. അത് ലൂസാണെങ്കിൽ വീണ്ടും അടുത്തതിൽ ഇച്ചിരി കൂടെ കുറയ്ക്കുക. മനസ്സിലായോ? പിന്നെ ഇവരുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 38 ഹിപ്പ് മെഷർമെൻറ്റിൽ നമ്മൾ ഒന്നും എക്സ്ട്രാ വെക്കണ്ട. ഇരിക്കുന്ന മെഷർമെൻറ്റ് അങ്ങനെ വെച്ചാൽ മതി. 2x2 തുണിയിലൊക്കെ അതൊരു 4 ഇഞ്ച് കുറച്ച് തന്നെ വെക്കണം, എങ്കിലേ ഫിറ്റ് ആകത്തുള്ളൂ. 38 ഇഞ്ചാണെങ്കിൽ 38 ഡിവൈഡഡ് ബൈ 4 9.5 ഇഞ്ചാണ് ഇവരുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്.
ഇതാണ് ബ്ലൗസിൻ്റെ കട്ടിങ്. പിന്നെ ഇവിടെ ഒരു 1-1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മളിവിടുന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ തുണി കൊടുക്കണം. സീം അലവൻസ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അവരവരുടെ സൗകര്യം അനുസരിച്ച് എക്സ്ട്രാ കൊടുക്കുക. ഇപ്പോൾ ബാക്കിൻ്റെ ഇത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ ഇതെല്ലാം അങ്ങ് മായ്ക്കുവാണേ. 42 ഇഞ്ച് ബ്രസ്റ്റ് സർക്കംഫറൻസ് ഉള്ള ആളിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഫ്രണ്ട് നോക്കാം. നമുക്ക് ഫ്രണ്ട് നോക്കാനായിട്ട് നമ്മൾ തുണിയുടെ പുറത്ത് തൊട്ട് ഈ കട്ടിങ് പീസിനെ എടുത്തിട്ട് അങ്ങനെ ട്രേസ് ചെയ്തെടുക്കുക. ഇപ്പം എടുക്കാനായിട്ട് നമ്മൾ ഈ പീസിനെ അങ്ങനെ ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നോക്കാം ഫ്രണ്ട്. ഇവിടെയും കഴുത്തിറക്കം വന്ന് ഒരു 6 to 6.5 ഇഞ്ച് എടുത്താൽ മതിയേ. എനിക്ക് കണ്ടിട്ട് ഇച്ചിരി ഹൈറ്റ് ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ 6.5 ഇഞ്ച് ഹൈറ്റ് എടുക്കുവാണേ. ഇവർക്ക് 6.5 ഇഞ്ച് ഹൈറ്റ്. നമ്മൾ നെക്ക് എവിടെ നിന്ന് എടുത്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് 6.5 ഇഞ്ച് ഇറക്കത്തിൽ ഇങ്ങനെ ഹൈറ്റ് എടുക്കും. ഹൈറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് to 1/2 ഇഞ്ച് വരെയൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ 3 എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ 3.25 എടുക്കണം. ഇവിടെ നമ്മൾ 3 എടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ 3.25 എടുക്കണം. 3 എടുക്കാം. പക്ഷേ ബ്ലൗസ് അത്ര ഭംഗി ഉണ്ടാകത്തില്ല. കഴുത്ത് നല്ല വിരിഞ്ഞിരുന്നല്ലേ കാണാൻ ഭംഗിയുള്ളൂ. അതുകൊണ്ട് 3.25 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് നമ്മളിവിടെ നെക്ക് വരച്ചു. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് നമ്മൾ വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ആംഹോൾ നമ്മളുടെ പഴയ ആംഹോളിക്കാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് താഴോട്ടൊരു ഇതേ ക്രോസിൽ തന്നെ 1/2 ഇഞ്ച് താഴോട്ടൊരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇറക്കി ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഈ ചുരുക്കൊക്കെ ഇല്ലാതെ ബ്ലൗസ് നല്ല നീറ്റായിട്ടിരിക്കത്തുള്ളൂ. അടുത്തത് നമുക്ക് ടക്കിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. മെയിൻ ടക്കിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ സിജി എനിക്ക് ഒരു അളവും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി മെയിൻ ടക്കിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ ബ്രസ്റ്റ് സർക്കംഫറൻസ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് സർക്കംഫറൻസ് 42 ഡിവൈഡഡ് ബൈ 4. 5 to 4 40. 2 I 4 20. 10.5 ഇഞ്ചാണ് ഇവിടെ നിങ്ങോട്ട് ഈ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇഞ്ച് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് നമ്മൾ 10.5 ഇഞ്ച്. ചിലപ്പം ഈ കാൽക്കുലേഷനെക്കാട്ടി ഇച്ചിരും കൂടെ, ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ ലേഡീസ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ ലേഡീസിന് ഇച്ചിരും കൂടെ ചെസ്റ്റ് ഇറങ്ങും. അപ്പം അങ്ങനെയുള്ളവർ ഈ 10.5 എന്നുള്ളത് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 11 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അത് നമുക്ക് ആളുടെ പ്രായവും നമ്മളുടെ ആളെ കാണുമ്പോഴും ഒക്കെ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അതിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. എങ്കിലും മിക്കവാറും ഒരു 1/2 ഇഞ്ചും കൂടെ ഇറക്കം വരും. അപ്പം നമ്മളിവിടെ 11 മാർക്ക് ചെയ്തു. ഓക്കെ. പിന്നെ അടുത്തത് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഹൈറ്റ്, അതായത് ഇങ്ങനെ താഴെയുള്ള ഹൈറ്റ്, അത് ഇതിലിരുന്ന് ഒരു 3 ഇഞ്ച് താഴെ ഇറങ്ങണം. നമ്മൾ 4-4.5 ഒക്കെ വരും. ഇപ്പോൾ ആളെ അറിയാത്തതുകൊണ്ട് നമ്മളൊരു 3 ഇഞ്ച് ഇറക്കുക. അപ്പോൾ 13.5 അല്ലെങ്കിൽ 3.5 ഇഞ്ച് ഇറക്കുക. 3.5 ഇഞ്ച് ഞാനിപ്പോൾ 3.5 ഇഞ്ച് ഇറക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഓരോ ലൈൻ കൊടുക്കുക. ഇതാണ് നമ്മളുടെ പോയിന്റ്. ഇവിടെ ഇതിൻ്റെ താഴെ നമ്മൾ 3.5 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുത്തു. ഇതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിന്റ്. അപ്പോൾ ഈ 3.5 ഇഞ്ചിൽ താഴോട്ട് ലൈൻ കൊടുത്തിരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് കൊടുക്കുക.
സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. ഇതാണ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഹൈറ്റ്. ഇതാണ് ഇത് ഞാൻ ഇത് 10.5, ഇത് 3.5 കൂടെ ആകുമ്പോൾ 14 ഇഞ്ചിലാണ് ഞാൻ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഹൈറ്റ് ഇവർക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾക്ക് ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ബ്രസ്റ്റ് അളവ് ഇവർ തന്നിട്ടുണ്ട്. ബ്രസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 10, 42 ഡിവൈഡഡ് ബൈ 10, 4.2. 4.2 ആണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ്. ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് 4.2, 4 ഇഞ്ച് 2 സെൻറ്റിമീറ്റർ വേണം. 4.2 ആണ് ഇങ്ങോട്ടുള്ള അളവ് ഇടുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചെങ്കിലും നമ്മളിപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ അളവ് എടുത്തെങ്കിലും നമുക്ക് 4.2 എവിടെ വരുന്നോ അതായിരിക്കും. ചിലപ്പോൾ ഇങ്ങോട്ടോ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഇത് കറക്റ്റ് ആയിരിക്കും. എങ്കിലും 4.2 എവിടെ വരുന്നോ അത് നോക്കണം. 4.2-ൽ നമ്മൾ മാർക്ക് കൊടുത്തു. അടുത്തത് നമ്മൾ മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് ഹിപ്പ് അളവ് 38 ഇഞ്ചാണ്. അപ്പം 38 ഇഞ്ച് എന്ന് പറയുമ്പം 9.5. 11 മൈനസ് 9.5. മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മൈനസ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. ചെസ്റ്റ് വന്ന് നമ്മൾ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് നമുക്ക് 9.5 ഇഞ്ച് വേണം. അപ്പം 11 മൈനസ് 9.5 എത്ര വരും? 1.5 ഇഞ്ച്. അപ്പം ഇതിൻ്റെ അളവ് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച്, ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച്. ഇതാണ് നമ്മളുടെ ടക്കിൻ്റെ വിഡ്ത്ത്. അതായത് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് മൈനസ് വേസ്റ്റിൻ്റെ അളവ്. ചെസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ്, നമ്മുടെ തുണിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് മൈനസ് നമ്മുടെ വേസ്റ്റിന് എടുത്തിരിക്കുന്ന അളവാണ് നമ്മൾക്ക് ടക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് 1.5 ഇഞ്ച് വന്നെങ്കിൽ രണ്ട് സൈഡിലും 1.5 ഇഞ്ച് 1.5 ഇഞ്ച് കൊടുത്താൽ ഇത് മതി ഈ അളവിനുള്ള ബ്ലൗസിൻ്റെ ടക്കിൻ്റെ വിഡ്ത്തിൽ. അടുത്തത് ഇവിടുന്നുള്ള ഇത് നമ്മൾ കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച്, അതായത് ഇതിലിരുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ലൈനിലോട്ട് ഒരു വര. നമ്മുടെ ഈ സെൻറ്റർ പോയിന്റ് കൊടുത്തിരിക്കുന്ന ഈ ലൈനിന് കുറച്ച് താഴെയാണ്. അതായത് ഇവിടെ ഈ മേളിൽ നിന്ന് എടുക്കാൻ സാധാരണ പറയുന്നത്, താഴെ നിന്ന് എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കപ്പിനൊക്കെ ഇച്ചിരി കൂടെ ഒരു ഷേപ്പൊക്കെ കിട്ടും. ഇച്ചിരി താഴെ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ലൈനിനെ കണ്ട് ഒരു 4 ഇഞ്ച് താഴെ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു 3 ഇഞ്ച് നീളത്തിൽ ഒരു ടക്ക് പിടിക്കുക. ഇതും തമ്മിലുള്ള ഡിഫറൻസ് 1.5 ഇഞ്ചെങ്കിലും വേണം. 1.5 2 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇവിടെ അതേപോലെ 1.5 to 2 ഇഞ്ച് ഡിഫറൻസ് വേണം. മിനിമം 1.5 ഇഞ്ച് വേണം. ഈ ടക്കിനൊക്കെ ഒരു ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുക്കാനായിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മേളിലോട്ട് നമ്മളൊരു പോയിന്റ് കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ ഒരു 2.5 ഇഞ്ച് മേളിലോട്ട് ഒരു പോയിന്റ് കൊടുക്കുക. ഇവിടെ എടുക്കുന്നതിനെക്കാട്ടിൽ 1/2 ഇഞ്ച് കൂടുതൽ വേണം ഇവിടെ എടുക്കാൻ. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഈ അടി വരെയുള്ള ഹൈറ്റിൻ്റെ എത്രയുണ്ടോ അത്രയുമേ ആകാവൂ. അതിൽ കൂടുതലായാൽ ആ തുണിയെല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ചുരുങ്ങി കിടക്കും. അതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് ഇവിടെ ഒക്കെ കൊടുക്കരുത്. അതിന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 2 ഇഞ്ച് ഈ ലൈനിൽ കൂടെ ജോയിൻ കൊടുക്കുക. ഇവിടുത്തെ ഈ ടക്കിൻ്റെ ഇവിടെ നിന്ന് ഇതിലോട്ട് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക. ഇപ്പം നമ്മുടെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് പിടിക്കുമ്പോൾ നമുക്കിവിടെ തുണി തികയത്തില്ല. അപ്പം ഈ പിടിച്ച 3 ഇഞ്ച് പിടിക്കുമ്പോൾ നമുക്കിവിടെ തുണി തികയത്തില്ല. അപ്പോൾ ഈ പിടിച്ച 3 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യണം. അതായത് ഈ 3 ഇഞ്ച് നമ്മൾ തുണിയിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വേണം നമ്മൾ തുണി കട്ട് ചെയ്യാൻ. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ ഇത്ര തുണി പിടിക്കുമ്പോൾ
നമുക്ക് നമ്മുടെ ഹിപ്പ് തയ്ക്കാനുള്ള തുണി നമുക്ക് തികയത്തില്ല. അപ്പോൾ ആ തുണി നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാ ഇങ്ങനെ വേണം മാർക്ക്, അങ്ങനെ മാർക്ക് ചെയ്ത് തുണി എടുക്കണം. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നെക്കിൽ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വരെ ഇറക്കത്തിൽ ഈ ലൈൻ വന്നാൽ മതി. ഇനി താഴെ വരെ ഇങ്ങനെ ക്രോസായിട്ട് കൊണ്ടുവരേണ്ട, തുണി ഒത്തിരി നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പം നമ്മളുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാക്കിൻ്റെ ഈ ഹൈറ്റും ഇതിൻ്റെ ഈ ഹൈറ്റും കൂടെയുള്ള ഡിഫറൻസ്. ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു 8 ഇഞ്ച് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് 6 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ആ 6, 8 - 6 2 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 3 ഇഞ്ച് ആയിരിക്കും ഇതിൻ്റെ. അല്ലെങ്കിൽ ഇവിടെ 6 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്, മറ്റിടത്ത് 8 ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് പ്ലസ് 1 ഇഞ്ച് ആയിരിക്കും നമ്മളുടെ ബെൽറ്റിൻ്റെ ഇവിടുത്തെ ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് വരുമ്പോൾ ഇവിടെ എത്ര വെച്ചോ അതിനെക്കാട്ടിൽ 4 ഇഞ്ച് കൂടുതൽ വെക്കണം ഫ്രണ്ടിൽ. പിന്നെ ഈ ഇങ്ങനെയുള്ള വിട്ട് എടുക്കുന്നത് നമ്മൾ ചെസ്റ്റ് അളവ് ഇവിടെ 11 ഇഞ്ച് എടുത്തെങ്കിൽ ആ 11 ഇഞ്ച് വിട്ട് നമ്മൾ ഇവിടെ എടുക്കണം. എടുക്കുമ്പോഴേ നമുക്ക് ഇത് ജോയിൻ ചെയ്യാനുള്ള തുണി കിട്ടത്തുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. ആംഹോൾ എത്ര ഇതിൽ നമ്മൾ വരുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ കൈ കട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി സംശയമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലെങ്ങാനും കട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻ്റ് ഇടുക. ഞാൻ അതിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വീണ്ടും ബാക്കുമാണ് കട്ട് ചെയ്തേക്കുന്നത്. ബെൽറ്റ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. കൈ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്നതാണല്ലോ, അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഇതിൽ എത്ര ആംഹോൾ വരുന്നോ, ബാക്ക് പീസിൽ നമ്മുടെ ആംഹോൾ എത്ര എടുക്കുന്നോ ആ അളവ് എടുക്കണം കൈക്ക്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ അളവ് വെച്ച് 4 അളവ് കൊണ്ട് ബ്ലൗസ് കട്ട് ചെയ്ത് കാണിച്ചല്ലോ. ഇത് നീറ്റായിരിക്കും, കറക്റ്റായിരിക്കും. സംശയിക്കാതെ കട്ട് ചെയ്യാൻ കറക്റ്റായിരിക്കും. നിങ്ങൾ പറഞ്ഞ ആംഹോളിൻ്റെ അളവ് തീർച്ചയായിട്ടും അത് തെറ്റാണ്. അത്രയും എങ്ങനെയായാലും വരികയില്ല. അങ്ങനെ വരുവാണെങ്കിൽ എന്തോ പ്രശ്നമുള്ള കൈ, ആളിനെ കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, നോർമൽ കൈ തന്നെയാണ്. നിങ്ങൾ എടുത്ത അളവ് തെറ്റാണത്. പറഞ്ഞ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം അതായത് ഇറക്കം വന്ന് 6.5 ഇഞ്ച് 6.6 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 6.6 വെച്ച് കൈ കട്ട് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് വരുന്നോ അത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അളന്ന് നോക്കുക. നിങ്ങൾക്ക് 18 ഇഞ്ച് മാക്സിമം വരത്തുള്ളൂ. അതിനനുസരിച്ച് നിങ്ങളുടെ കൈയുടെ ചുറ്റളവ്, ആംഹോളിൻ്റെ ചുറ്റളവിനെക്കാട്ടിൽ കൂടുതൽ ഇവിടെ വരുവാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഈ 6.6 വെച്ചത് മേലോട്ട് കയറ്റി 6.25 ആക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.